യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ആ അക്കൗണ്ടിൽ അനേക ക്യാരക്ടേഴ്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സംഭവത്തിൽ നമ്മൾ സാധാരണയായി അവഗണിക്കാവുന്ന ഒരു കൂട്ടരുണ്ട്. അതിൽ ആ ആട്ടിടയന്മാർ. അവരിലേക്കായിരുന്നല്ല ദൂതൻ ആദ്യം ആ സദ്വർത്തമാനം പ്രഖ്യാപിച്ചത്. ആരായിരുന്നു ആ ആട്ടിടയന്മാർ? ആ രാത്രിയിൽ അവരുടെ പങ്കെന്തായിരുന്നു? അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കെന്തെങ്കിലും പഠിക്കുവാൻ സാധിക്കുമോ? അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ, ദിസ് ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു ഇറ്റേണിറ്റി. ഈ സന്ദേശവുമായിട്ട് ചേർന്ന് ചിന്തിക്കാവുന്ന മറ്റ് സന്ദേശങ്ങൾ, ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്മസിൻ്റെ കഥ, ആട്ടിടയന്മാരും വിദ്വാൻമാരും ഒരുമിച്ചാണോ വന്നത്, യേശു ജനിച്ചത് ഡിസംബർ 25-നോ, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കണോ, മറിയ ദൈവം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നിങ്ങനെയുള്ള സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യേശുവിൻ്റെ ആ ജനനത്തിൻ്റെ ആ ഒരു രാത്രിയിൽ ദൈവം അതിശയിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. ദൈവം തൻ്റെ ദൂതന്മാരെ മതപരമായിട്ടുള്ള പണ്ഡിതന്മാരോ ലീഡേഴ്സോ രാജാക്കന്മാരോ പുരോഹിതന്മാരോ പ്രവാചകന്മാരിലേക്കല്ല ആദ്യം അയച്ചത്. അതിനു പകരം ദൈവം സ്വർഗത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ആദ്യം എത്തിച്ചത് ആട്ടിടയന്മാരിലേക്കാണ്. ലൂക്കോസ് 2:8-9 പറയുന്നത്, അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായിത്തീർന്നു. ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് ശക്തമായിട്ടുള്ളൊരു കാര്യം ദൈവത്തിൻ്റെ ഹൃദയത്തെപ്പറ്റി വിളിച്ചു പറയുന്നുണ്ട്. ഇന്നും ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് അഹങ്കാരികൾക്കും സ്വയം നിറഞ്ഞവർക്കും തികഞ്ഞവർക്കുമല്ല, പക്ഷെ താഴ്മയുള്ളവർ, കാത്തിരിക്കുന്നവർ, അനുസരണമുള്ളവർ, ദൈവത്തിനു വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ, അങ്ങനെയുള്ളവരിലേക്കാണ് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ ആട്ടിടയന്മാർ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നവർ, പക്ഷേ ദൈവം അവരെ തിരഞ്ഞെടുക്കുന്നു. ബൈബിളിൻ്റെ ആ സമയങ്ങളിൽ ആട്ടിടയന്മാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും താഴെക്കട ഒരു ഭാഗത്ത് നിന്നിരുന്ന, അവരുടെ റാങ്ക് ഏറ്റവും താഴെ ഒരു ലെവലിലായിരുന്നു. അവരെ അശുദ്ധരായിട്ടായിരുന്നു എണ്ണിയിരുന്നത്. അവർക്ക് വിദ്യാഭ്യാസമില്ല എന്ന് കരുതിയിരുന്നു. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് മറ്റുള്ളവർ എണ്ണിയിരുന്നത്. അവരിങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മാറിപ്പാർത്ത് ടെൻറ്റുകളിലുമൊക്കെ താമസിച്ചു വന്നവരാണ്. എന്നിട്ടും ദൈവം അവരെയാണ് തിരഞ്ഞെടുത്തത് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആദ്യത്തെ സാക്ഷികളാകുവാൻ. 1 കൊരിന്ത്യർ 1:27 തന്നെ പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവം അവിടെ ഒരു പ്രസ്താവന കൊടുക്കുന്നത് ക്വാളിഫിക്കേഷൻ അല്ല ദൈവം നോക്കുന്നത്, പകരം അവൈലബിലിറ്റിയാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആണോ എന്നുള്ളതാണ്. നിങ്ങളെ മറ്റുള്ളവർ അവഗണിച്ചേക്കാം, അത്ര പോളിഷ്ഡ് അല്ല എന്ന് തോന്നിയേക്കാം മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച്. ക്വാളിഫിക്കേഷൻ പോരാ എന്ന് തോന്നാം, ആടുകളുടെ സ്മെല്ല് നിങ്ങളുടെ മേൽ ഉണ്ട് എന്ന് തോന്നാം. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിന് ഒരുക്കമാണെങ്കിൽ, നിങ്ങൾക്ക് വില്ലിങ് ആണെങ്കിൽ, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ സാധിക്കും. 2, ആ ആട്ടിടയന്മാർ ദേ വർ കീപ്പിംഗ് എ വാച്ച്. അവർ ഉണർന്നിരിക്കുകയായിരുന്നു. അതായത് ആത്മീക ഉണർന്നിരിക്കുക എന്നതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ലോകം ഉറങ്ങിക്കിടന്ന ആ സമയത്ത് ആട്ടിടയന്മാർ ഉണർന്നിരിക്കുകയായിരുന്നു. ലൂക്കോസ് 2:8 പറയുന്നത്, അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അവരുടെ ജോലിയിൽ നിന്ന് ഉണർന്നിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ ഈ ആടുകളെ പിടിക്കുവാൻ വരുന്ന വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ കള്ളന്മാരോ എന്ത് തരത്തിലുള്ള അപകടങ്ങളോ ഒക്കെ വരാം. അവരുടെ ആ ശാരീരികമായിട്ട് ഉണർന്നിരിക്കുന്ന ആ കാര്യത്തെ ആത്മീകമായിട്ട് ഉണർന്നിരിക്കുക, അലേർട്ടായിരിക്കുന്നതുമായിട്ട് നമുക്കൊന്ന് മിറർ ചെയ്യാൻ പറ്റും. 1 തെസ്സലോനിക്കർ 5:6 തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ, അതായത് ആത്മീകമായി ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായുമിരിക്കുക. ദൈവം തൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നത് ആത്മീക ഉറക്കത്തിൽ കംഫർട്ടബിളായി സ്വസ്ഥമായി ഇരിക്കാത്തവരിലേക്കാണ് ദൈവം തൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നത്. അതായത് പ്രാർത്ഥന വല്ലപ്പോഴും ഒക്കെ നടത്തുന്നവർക്കാണോ? അല്ല, പ്രാർത്ഥന ദൈനംദിന ഒരു ലൈഫ് സ്റ്റൈലായിരിക്കുന്നവരിലേക്കാണ് ദൈവം തൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നത്. അങ്ങനെയുള്ളവർ എപ്പോഴും ഉണർന്നിരിക്കും, ആത്മീകമായി ഉണർന്നിരിക്കും. അവർക്ക് വേണ്ടി മാത്രമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയും അവർ ഉണർന്നിരിക്കും. 3, ആ ഇടയന്മാർക്ക് ഇടയന്മാരുടെ ഒരു ഹൃദയമായിരുന്നു. അതായത് സെൽഫ്ലെസ് ലവ്, നിസ്വാർത്ഥ സ്നേഹമായിരുന്നു അവർക്കുള്ളത്. ഇടയന്മാരെന്ന് പറയുന്നവർക്ക് ഉള്ള ഒരു ക്വാളിറ്റിയാണ് താഴ്മ, ത്യാഗം, പിന്നെ അങ്ങേയറ്റം സമർപ്പണം. യേശു തന്നെ പറഞ്ഞത് യോഹന്നാൻ 10:11 പറഞ്ഞത്, ഞാനാണ് നല്ല ഇടയൻ,
നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു. ഒരു ഷെപ്പേർഡ്, ഒരു ആട്ടിടയൻ്റെ മനസ്സ് പറയുന്നത്, എൻ്റെ ആടുകളുടെ ജീവനാണ് എൻ്റെ ജീവനേക്കാട്ടിലും വിലപ്പെട്ടത്. ദാവീദ് തൻ്റെ ആടുകളെ വന്യമൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മൾ വായിക്കുന്നില്ലേ, ദാവീദ് സിംഹത്തെയും കരടിയെയും ഒക്കെ കൊന്നു. അത് വായിക്കുമ്പോൾ യേശുവിൻ്റെ ഉപമ ഓർത്തു പോകുന്നില്ലേ? ലൂക്കോസ് 15:4 യേശു പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരാട് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ആ 99 എണ്ണത്തിനെയും അവിടെ വെച്ചിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തപ്പിപ്പോകത്തില്ലയോ? നഷ്ടപ്പെട്ടു പോയവരെ ഓർത്തുള്ളൊരു ഹൃദയം, അങ്ങനെ ഹൃദയമുള്ളവരെ തപ്പിയാണ് ദൈവം നോക്കുന്നത്. 4, they were seeking the Messiah. അവർ മശിഹയെ കാത്തിരിക്കുന്നവരായിരുന്നു. അതായത് ആത്മീകമായിട്ടുള്ള ഒരു വിശപ്പവർക്കുണ്ടായിരുന്നു. ദൈവം തൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ വിലമതിക്കുന്നവരിലേക്കാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ആമോസ് 3:7 തന്നെ പറയുന്നത്, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ആ ഇടയന്മാർ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടോ അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ടോ അല്ലെ പാട്ടുപാടിക്കൊണ്ടൊക്കെ ഇരുന്നിരിക്കുക ആ സമയത്ത്. ആ ഇടയന്മാർക്ക് നല്ലൊരു ഗ്രാഹ്യമുണ്ടായിരുന്നു പഴയ നിയമ പ്രവചനങ്ങളെപ്പറ്റി. എന്തായിരുന്നു അത്? അതായത് വരുവാൻ പോകുന്ന ഒരു മശിഹ, ഒരു രക്ഷിതാവ്, ഇസ്രയേൽ എന്ന ജനതയ്ക്ക് ഒരു വിടുതൽ, ഒരു രക്ഷ നൽകുവാൻ ദാവീദിൻ്റെ ലൈനിൽ തന്നെ വരുന്ന ഒരു രക്ഷിതാവ്, ഒരു മശിഹ വരും എന്ന് ഈ ഇടയന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് പെട്ടെന്ന് ലൂക്കോസ് 2:13 നമ്മൾ വായിക്കുന്നത്, വലിയൊരു ദൂതന്മാരുടെ സൈന്യം ആ ദൂതൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതൊക്കെയും അവർ കണ്ടു. അവർ ബൈബിളിൽ മറ്റാരും കാണാത്ത ഒരു കാര്യമാണ് ആ സമയത്ത് കണ്ടത്. സ്വർഗത്തിൻ്റെ ക്വയർ ആ സമയത്ത് രക്ഷയുടെ സന്ദേശത്തെ അനൗൺസ് ചെയ്യുക, പ്രഖ്യാപിക്കുന്നത് അവർക്ക് കാണുവാനും കേൾക്കുവാനും ഇടയായി. മത്തായി 5:6 യേശു പറഞ്ഞത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ, അവർക്ക് തൃപ്തി വരും. 5, അവർ അനുസരണമുള്ളവരായിരുന്നു. അതായത് ഉടൻ തന്നെ ഉള്ളവരുടെ പ്രതികരണം. ആ ദൂതന്മാരുടെ ആ സംസാരമെല്ലാം കഴിഞ്ഞ ശേഷം ആ ആട്ടിടയന്മാർ വെയിറ്റ് ചെയ്തില്ല. ലൂക്കോസ് 2:15-16 പറയുന്നത്, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബദ്ധപ്പെട്ട് ചെന്നു. അവർ രാവിലെ വരെ വെയിറ്റ് ചെയ്തില്ല. അവർ ദൂരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് നിന്നില്ല. അവർക്ക് അവരുടെ ആടുകളെ ഓർത്ത് ആ സമയത്ത് വിഷമമില്ലായിരുന്നു. അവർ ആടുകളെ അവിടെ ഇട്ടേച്ച് പോകുന്നത് ദൈവകരങ്ങളിലാണെന്നുള്ളൊരു ഉറപ്പവർക്കുണ്ടായിരുന്നു. അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 3:5-6 പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവം നോക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഓടി വരുന്നവരെയാണ് നോക്കുന്നത്. അതായത് ജീവിതത്തിൽ ബിസി ആയിരിക്കാം, ഡിമാൻഡിങ് ആയിരിക്കാം, അതായത് പല കാര്യങ്ങൾ നമ്മുടെ സമയം എടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് വരാം. പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഒക്കെ ഉണ്ടെന്നിരിക്കലും അതിൻ്റെ എല്ലാം നടുവിലും ദൈവ സാന്നിധ്യത്തിലേക്ക് ഓടി വരുന്നവരെയാണ് ദൈവം നോക്കുന്നത്. 6, യാഗമർപ്പിക്കുവാൻ പോകുന്ന ആടുകളുടെ ഇടയന്മാരായിരുന്നു ഇവർ. പ്രവചനപരമായിട്ടുള്ളൊരു വെളിപ്പാടുകൂടാതെ ഇത് വളരെ ഡീപ്ലി ആയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബേത്ലഹേമിലുള്ള ഇടയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആട്ടിടയന്മാരല്ലായിരുന്നു. ഈ ആലയത്തിലുള്ള യാഗത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ആടുകളെ റേസ് ചെയ്യുന്ന, വളർത്തുന്ന ഇടയന്മാരായിരുന്നു ഇവർ. സാധാരണ ഈ ആടുകളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സീസണിൽ ഒരാട് ഡെലിവറി കൊടുക്കുമ്പോൾ 2-3 ആടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇടയന്മാരുടെ ജോലിയായിരുന്നു ഏതാടാണ് ഫസ്റ്റ് ബോൺ, ആദ്യജാതനായി ഇറങ്ങി വരുന്നതെന്നും അതിനെ ആ കൂട്ടത്തിൽ നിന്നങ്ങ് മാറ്റണം. സർട്ടിഫൈ ചെയ്ത ആദ്യജാതനായിട്ടുള്ള ആ ആടുകളെ മാത്രമേ, അതും ഊനമില്ലാത്ത ആടുകളെ മാത്രമേ യാഗങ്ങളായി അർപ്പിക്കുവാൻ പറ്റുള്ളായിരുന്നു. ആ ഇടയന്മാർക്ക് ഓരോ ആടിനെയും പേരായി തന്നെ അറിയാമായിരുന്നു. ആദ്യജാതനായിട്ടുള്ള ആടുകൾ പിറന്നു വീഴുമ്പോൾ അവരായിരുന്നു സാക്ഷികളും, അവരായിരുന്നു സർട്ടിഫൈ ചെയ്തതും ആ ആടുകൾ ആദ്യജാതൻ തന്നെ ആയിരുന്നുവെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാട് ജനിക്കുമ്പോൾ, അങ്ങനെയാണല്ലോ യോഹന്നാൻ 1:29 യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ ദൈവകുഞ്ഞാട് ജനിച്ചപ്പോൾ ദൂതന്മാർ എങ്ങോട്ടാണ് ആദ്യം പോയത്? ഈ ഇടയന്മാരിലേക്ക്. എന്തുകൊണ്ടാണ്?
കാരണം ഈ ഇടയന്മാരുടെ ജോലിയായിരുന്നു ഈ ആദ്യജാതനായ ദൈവക്കുഞ്ഞാട് ജനിക്കുന്നത് സാക്ഷ്യം വഹിക്കുവാൻ. ആ ആട്ടിടയന്മാർ വന്നപ്പോഴേക്കും അവർ കണ്ടത് യേശുവിനെ ഒരു പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുക, അതായത് ആടുകൾ ഉണ്ടായ ഉടൻ തന്നെ അവരെ കിടത്തുന്ന ഒരു സ്ഥലമായിരുന്നത്. അതൊരു ആക്സിഡൻ്റ് അല്ലായിരുന്നു, അത് ദൈവീക കൃത്യതയായിരുന്നു. 7 യേശുവിൻ്റെ ജനനം ഒക്കെ അതെല്ലാം കണ്ട ശേഷം ആ സത്വർത്തമാനം കൊണ്ടുപോകുന്ന സന്ദേശവാഹകരായി മാറി ഈ ഇടയന്മാർ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവാഞ്ചലിസം. ലൂക്കോസ് 2:17 കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. ദൈവത്തിൻ്റെ ഇവാഞ്ചലിസത്തിൻ്റെ പാറ്റേൺ വളരെ ക്ലിയറാണ്. ആദ്യം ദൈവവചനം ശ്രവിക്കുക, ആ വചനം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക, അതിനുശേഷം വചനം പ്രഖ്യാപിക്കുക, പ്രൊക്ലെയിം ചെയ്യുക, എന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. റോമർ 10:15 പൗലോസ് ഓർപ്പിച്ചത്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം നിങ്ങൾക്കൊരു വാക്ക്, ഒരു വചനം, ഒരു സന്ദേശം തന്നാൽ അത് നിങ്ങളിലേക്ക് മാത്രം ഒതുക്കി വെക്കുവാനുള്ളതല്ല, അത് മറ്റുള്ളവരിലേക്ക് പങ്കിടുവാനുള്ളതാണ്. പിന്നെ 8 അവർ മടങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി, അതായത് വിശ്വസ്തപരമായിട്ടുള്ള ഒരു ജീവിതം. ആ ഇടയന്മാർ മറ്റുള്ളവരുടെ കയ്യടിയോ അല്ലെങ്കിൽ പ്രശസ്തിയോ അതൊന്നും തപ്പിപ്പോയില്ല. ലൂക്കോസ് 2:20 പറയുന്നത്, തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാത്തിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. അവർ അവരുടെ ആടുകളുടെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോയി, തിരിച്ചവരുടെ ജോലി സ്ഥലത്തേക്ക്. പക്ഷേ അവർ എന്നേക്കും രൂപാന്തരപ്പെട്ടിരുന്നു. അവർ ദൈവത്തിൻ്റെ മഹത്വം സാധാരണയുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് അവർ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിൻ്റെ ഈ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ, മാത്രവുമല്ല അനേകർ ക്രിസ്മസ് സീസൺ ഈ ഒരു സമയം ആഘോഷിക്കുമ്പോൾ, നമുക്ക് ഈ ഇടയന്മാരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്, ബി വാച്ച്ഫുൾ, ആത്മീകമായി ഉണർന്നിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം, അനുസരണമുള്ളവരായിരിക്കണം, ദൈവവും ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ചിലപ്പോൾ ഫിറ്റായി എന്ന് വരില്ല, പക്ഷെ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പിന്നാലെ ഉണ്ട് എങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ്ലി ക്വാളിഫൈഡ് ആണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. അതുകൊണ്ടാണ് 2 ദിനവൃത്താന്തം 16:9 പറയുന്നത്, യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ആ ആട്ടിടയന്മാർ അന്ന് ചെയ്ത പോലെ നമുക്ക് മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം പകർന്നു കൊടുക്കുന്നവരായി മാറാം. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.